രണ്ട് കളറിലുള്ള ക്രേപ്പ് പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അതന്നെ നമ്മൾ വിഷുവായിട്ട് കണിക്കൊന്ന ഉണ്ടാക്കിയില്ലെങ്കിലും മോശമല്ലേ. കണിക്കൊന്നയുടെ അത്രയും വന്നില്ലെങ്കിലും ഏകദേശം ഒരു കണിക്കൊന്നയുടെ ലുക്കിലൊക്കെ നമുക്കൊരു കണിക്കൊന്ന ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഷേപ്പിൽ ഒരു പെറ്റൽസ് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ 5 നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ കണിക്കൊന്നയുടെ ആ ഒരു പെറ്റലിന്റെ ഷേപ്പ് വരാനായിട്ട് താഴത്തെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ 5 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നടുക്കിലുണ്ടാവുന്ന ആ ഒരു ഗ്രീൻ കളർ സംഭവം ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ അറ്റത്ത് നിന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സംഭവം കിട്ടും. ഇനി നമ്മൾ ബാക്കി ഉണ്ടാക്കിയിട്ടുള്ള പെറ്റൽസ് ഒക്കെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കണിക്കൊന്ന പൂവിന്റെ ഒക്കെ ലുക്കിൽ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ക്രേ പേപ്പർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ A4 ഷീറ്റ് എടുത്തിട്ട് യെല്ലോ കളർ പെയിന്റ് അടിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇനി യെല്ലോ കളർ പെയിന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ആയാലും ചെയ്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ക്രേ പേപ്പർ കുറച്ച് ലൈറ്റ് യെല്ലോ ആണ്. നമ്മുടെ കണിക്കൊന്നയുടെ കളർ കുറച്ച് ഡാർക്ക് ആണ്. അങ്ങനെ കുറച്ചധികം കണിക്കൊന്ന പൂക്കൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇലകൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴ്ഭാഗം ഇതുപോലെ നമ്മൾ ഫ്ലവറിന് ചെയ്ത പോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കണിക്കൊന്ന പൂക്കളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ചെറിയ മരക്കൊമ്പാണ്. അതിന് ഞാൻ ഇതുപോലെ ഫുൾ ആയിട്ട് ഗ്രീൻ ക്രേ പേപ്പർ വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ഓരോ ഫ്ലവേഴ്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കണിക്കൊന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ഒറിജിനലിന്റെ പോലെ ഇല്ലാന്നുണ്ടെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.